തൂണേരിയിൽ RMPI പ്രവർത്തകന്റെ വീട്ടിൽ മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധം ശക്തം. കെ രമ ഉൾപ്പെടെയുള്ള RMPI നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. ഹീനവും മനുഷ്യത്വരഹിതവുമാണെന്ന് കെ രമ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം മനുഷ്യവിസർജ്യമെറിഞ്ഞ് കുടിവെള്ളം മലീമസമാക്കിയ തൂണേരി പട്ടാണിയിലെ RMPI പ്രവർത്തകൻ തുമ്പോളിപ്പൊയിൽ മനോജിന്റെ വീട് MLAയും മറ്റ് നേതാക്കളും സന്ദർശിച്ചു. ആധുനിക പൗരസമൂഹം ആർജിച്ച മാനവിക മൂല്യങ്ങൾ ഇന്നത്തെ കാലത്തും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് ഖേദകരമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച വിരോധമാണ് കടുത്ത വേനലിൽ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിവരണ്ടപ്പോൾ മനോജിന്റെ കിണർ മലീമസമാക്കുന്ന പ്രവൃത്തിക്ക് കാരണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPIM പ്രാദേശിക നേതാക്കൾ മനോജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. മനോജിന്റെ വീട് സന്ദർശിച്ച RMPI അനുഭാവി അരക്കണ്ടി നാണുവിന്റെ മോട്ടോർ ബൈക്ക് ഇന്നലെ രാത്രി പെട്രോൾ പൈപ്പ് മുറിച്ച് നശിപ്പിച്ച സംഭവമുണ്ടായി. ഇതൊക്കെയും CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അനുഗ്രഹത്തോടെ സാമൂഹ്യ വിരുദ്ധ സംഘം വലിയ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാവിലെയാണ് നമ്മുടെ മനോജന്റെ വീട്ടിൽ കിണറിൽ വിസർജ്യം കൊണ്ടിട്ടിരിക്കുന്നത് കാണാനിടയത്. സഹോദരൻ വെള്ളം കോരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങേയറ്റം ഹീനമായ, അങ്ങേയറ്റം അപരിഷ്കൃതമായ ഒരു മനസ്സിനുടമകളാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മനോജിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയ ദേഷ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഉള്ള ഒരാളല്ല. വ്യക്തിപരമായിട്ടൊരു ദേഷ്യവും അദ്ദേഹത്തിന് ഈ പ്രദേശത്തുകാർക്കില്ല. എല്ലായിടത്തും എത്തുന്ന, എല്ലാത്തിനും പൊതുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനാണ്. RMPIയുടെ സജീവ പ്രവർത്തകനാണ് എന്നൊരു കുറ്റം മാത്രമേ മനോജനുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതിന് കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവും ഇതിനെ കാണാൻ സാധിക്കില്ല. ഇവിടെ വന്നു നോക്കിയ ചുറ്റുപാടും വീടാണ്. ഈ ചുറ്റുപാടുമുള്ള വീടിലെ കിണറുകളിൽ ഒന്നും ഇടാതെ ഒരു വീട്ടിൽ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഇതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ UDFന്റെ യോഗം നടന്നത്, തെരഞ്ഞെടുപ്പ് യോഗം നടന്ന ആ സമയത്തൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, നമുക്കറിയാം എന്നുള്ള ഒരു ഭീഷണി സ്വരങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കാരണം വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയമാണ്. പോലീസ് ശക്തമായ നടപടിയെടുക്കണം, അതിന് അന്വേഷിക്കണം. ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശന നടപടി കുറ്റവാളികളെ പിടികൂടുന്ന കാര്യത്തിൽ ഉണ്ടാകണമെന്നും വീട് സന്ദർശിച്ച RMPI ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. RMPI നാദാപുരം ഏരിയ ചെയർമാൻ പുരുഷു ആർനാണ്ടി സംഘത്തിനൊപ്പം വീട് സന്ദർശിച്ചു.